മതഭീകരവാദം ഇനി ഇവിടെ നടക്കില്ല എന്ന വ്യക്തമായ സന്ദേശമുയർത്തുകയാണ് ഭാരതം. വിവാദ ഇസ്ലാം മത പ്രഭാഷകനും പിടികിട്ടാപ്പുള്ളിയുമായ സക്കീർ നായിക്കിന്റെ എക്സിന് ഇന്ത്യ വിലക്കേർപ്പെടുത്തി. വിവാദ ഇസ്ലാം മത പ്രഭാഷകനും പിടികിട്ടാപ്പുള്ളിയുമായ സക്കീർ നായിക്കിന്റെ എക്സ് അക്കൗണ്ടിന് ഇന്ത്യ വിലക്കേർപ്പെടുത്തി. പാകിസ്ഥാൻ സക്കീറിന് ആദരിച്ച രീതിയെ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് നീക്കം. ഒരു ഇന്ത്യൻ പിടികിട്ടാപ്പുള്ളിക്ക് പാകിസ്ഥാനിൽ ഊഷ്മള സ്വീകരണം ലഭിച്ചതിൽ അതിശയമില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞു. ഇത് നിരാശജനകവും അപലപനീയവുമാണ്. അതേസമയം ഇന്ത്യക്ക് ഇതിൽ ആശ്ചര്യം തോന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സാക്കിർ നായിക്കിന്റെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തത് ഏത് പാസ്പോർട്ട് ഉപയോഗിച്ചാണ് എന്ന് അറിയില്ല എന്നായിരുന്നു ജയ്സ്വാളിന്റെ മറുപടി. ഒരു മാസത്തെ സന്ദർശനത്തിനായി സർക്കാരിന്റെ ക്ഷണപ്രകാരം ചൊവ്വാഴ്ചയാണ് സാക്കിർ പാകിസ്ഥാനിലെത്തിയത്. നായിക്കിനെ ചുവന്ന പരവതാനി വിരിച്ചാണ് പാകിസ്ഥാൻ സ്വീകരിച്ചത്. പിന്നാലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, ഉപപ്രധാനമന്ത്രി ഇഷാബ് ദാർ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തി. ഒരു മാസത്തെ സന്ദർശന വേളയിൽ ഇസ്ലാമാബാദ്, കറാച്ചി, ലാഹോർ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ സക്കീർ മതപ്രഭാഷണങ്ങളുടെ ഒരു പരമ്പര തന്നെ നടത്തുമെന്ന് പാക് ദിനപത്രമായ ദ ട്രിബ്യൂണൽ റിപ്പോർട്ട് ചെയ്യുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ, വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നിരവധി കേസുകൾ ഇന്ത്യ തിരയുന്ന പ്രതിയാണ് സാക്കിർ നായിക്. 2016 ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷനെ നിരോധിച്ചതിന് പിന്നാലെയാണ് സാക്കിർ നായിക് ഇന്ത്യ വിട്ടത്. ഇന്ത്യയിലും വിദേശത്തുമുള്ള മുസ്ലിം യുവാക്കളെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിച്ചു എന്ന കേസും സാക്കിർ നായിക്കിന്റെ പേരിലുണ്ട്. 2017 മുതൽ സാക്കിർ മലേഷ്യയിലാണ് കഴിയുന്നത്. 2019 മലേഷ്യയിൽ പൊതുപ്രസംഗങ്ങൾ നടത്തുന്നതിൽ നിന്ന് സാക്കിറിനെ വിലക്കിയിരുന്നു. ഇന്ത്യയടക്കം നിരവധി രാജ്യങ്ങളിൽ സാക്കിർ നായിക്കിന്റെ പീസ് ടിവിക്ക് നിരോധനമുണ്ട്. സാക്കിർ നായിക്കിനെ കൈമാറണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടെങ്കിലും മലേഷ്യ ഇതുവരെ വഴങ്ങിയിട്ടുമില്ല.